അവിടെ നിങ്ങൾക്ക് കഴിയുമോ, സാധിക്കുമോ? ആ സന്ദർഭത്തിൽ നിങ്ങളൊന്ന് ക്ഷീണിച്ചു പോയാൽ നിങ്ങളെല്ലാം അസ്തമിച്ചില്ലേ? അഹങ്കാരത്തിന്റെ മനസ്സ് തീർന്നില്ലേ? പിന്നെ നെട്ടോട്ട മോഡലാണ്, പിന്നെ മുസ്ലിയാരെ കാണലാണ്, പിന്നെ അതാ നേർച്ച ചെയ്യലാണ്, പിന്നെ ദിക്റോട് ദിക്റാണ്, പിന്നെ അതാ അതേ നിസ്കാരം ഇഖ്ലാസോടെ നിർവഹിക്കാണ്. ദുനിയാവിലെ ശരീരത്തിന് കുഴപ്പം വരുമ്പോൾ പടച്ചോൻ ഓർമ്മയുണ്ട്. അതേ സമയം അല്ലാഹ് ആ ശരീരത്തിന് നല്ല ആരോഗ്യം തന്നപ്പോഴോ റബ്ബിനെ ഓർമ്മിക്കുന്നില്ല, അവന്റെ വിധി വിലക്കുകളെ പരിഗണിക്കുന്നില്ല, ആ റബ്ബിനെ ധിക്കരിക്കുന്നു. ഇതല്ലേ നമ്മുടെ അവസ്ഥയുള്ളത്? മാറേണ്ട സ്വഭാവമല്ലേ, തിരുത്തേണ്ട സ്വഭാവമല്ലേ? നമ്മുടെ ആയുസ് എത്രയാണെന്ന് നമുക്കറിയില്ലല്ലോ, നമുക്ക് നിശ്ചയിച്ച സമയം എത്രയാണെന്ന് അറിയില്ലല്ലോ. നമ്മുടെ കൂടെയുണ്ടായിരുന്നവർ ഇന്ന് ആരുടെ മണ്ണിലില്ലേ? നമ്മുടെ മുന്നിൽ നിന്ന് അതേ ശിഷ്യന്മാരായി മുന്നിലിരുന്നവർ നേരത്തെ പിരിഞ്ഞ് ആരുടെ മണ്ണിൽ കിടക്കുന്നില്ലേ? അതേ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകര് പലരും നേരത്തെ തന്നെ മരിച്ചുപോയവരില്ലേ? അങ്ങനെ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ കാഴ്ചപ്പാടിനും ഒക്കാത്ത വിധത്തില്, അതല്ലാത്ത വിധത്തില് പലരും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ലയോ? നമുക്ക് ഏത് സമയമാണ് നിശ്ചയിച്ചതെന്ന് അറിയില്ലല്ലോ. ഓ ചെറുപ്പക്കാരാ, ഓ പെങ്ങളെ, ഉമ്മ ഉപ്പ, ആ മരണത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഒരുങ്ങേണ്ടത്? അഹങ്കാരത്തിന്റെ മനസ്സൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട്, ധിക്കാരത്തിന്റെ മനസ്സൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് റബ്ബിന്റെ തീരുമാനം എപ്പോഴും എന്നിലേക്ക് വരാം. എന്നെ എപ്പോ വേണമെങ്കിലും അള്ളാഹുവിനെ കിടത്തെ എന്റെ അടുത്ത് കിടത്താം. എനിക്ക് തൊള്ളയിലൂടെ വായിലൂടെ അതേ ഓക്സിജൻ പോലും ശ്വസിക്കാത്ത വിധത്തിൽ എന്നെ റബ്ബിന് മാറ്റാമല്ലോ. എനിക്കതാ സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അതേ ഒരു നാളത്തിലൂടെ കുഴലിലൂടെ മൂക്കിൽ കുഴൽ ബന്ധിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് തരേണ്ട അവസ്ഥ എനിക്ക് റബ്ബ് തരാമല്ലോ. നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോയി നോക്കിയിട്ടുണ്ടോ? ഐസിയുവിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ? അവരെ സംസാരിക്കുന്നില്ലല്ലോ, അവരുടെ വായിലൂടെ ഒരു ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നില്ലല്ലോ. പലരും മൂക്കിലൂടെ പൈപ്പ് ബന്ധിച്ചിട്ട് അതാ എല്ലാ ഭക്ഷണവും ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന കാഴ്ച കാണാറില്ലേ? ആ കാഴ്ച വെറും കണ്ടുപോകാനാണോ? ആരോഗ്യമുള്ള സമയത്ത് ഞാൻ ആലോചിക്കണ്ടേ, നിങ്ങൾ ആലോചിക്കണ്ടേ? ഇത് റബ്ബ് തആല പാഠം പഠിക്കാനാണ് എനിക്ക് തന്നത്. ആ നിലക്കുള്ള ചിന്ത കൽബിലേക്ക് വന്നിട്ട് അല്ലാഹു എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ തന്നില്ലല്ലോ, എനിക്ക് ഇപ്പോഴും ആരോഗ്യം തന്നല്ലോ, എനിക്ക് നല്ല അതേ സന്തോഷകരമായ അവസ്ഥ തന്നല്ലോ. ഈ അവസ്ഥക്ക് ശുക്റുള്ളവനാകണ്ടേ ഞാന്, നന്ദിയുള്ളവനാകണ്ടേ ഞാൻ. ആ നന്ദി പ്രകടിപ്പിക്കാനല്ലേ ഞാൻ തീരുമാനിക്കേണ്ടത്, അതിനുള്ള അവസരങ്ങളല്ലേ ഞാൻ കണ്ടെത്തേണ്ടത്. ആ നിലയ്ക്ക് ചിന്തിക്കുന്നതിന് പകരം തോന്നിവാസത്തെ കുറിച്ച് ചിന്തിച്ചാൽ പടച്ച റബ്ബിനെ മറന്നാൽ ഒന്നാലോചിക്കണേ, റബ്ബിന്റെ തീരുമാനത്തെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല. 5 നേരത്തെ നിസ്കാരത്തിനു ശേഷം മനസാന്നിധ്യത്തോടെ നമ്മൾ പറയുന്ന വാചകമില്ലയോ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹു ഒരാൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ തടയാൻ പറ്റൂല, കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ കൊടുക്കാനും കഴിയൂല. ഒരു കാര്യം അല്ലാഹുവിന്റെ വിധിയുണ്ടായാൽ അതിനെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. റബ്ബ് വിധിക്കാത്ത ഒരു വിധിയെ ലോകത്തൊരു സൃഷ്ടിക്കും വിധിക്കാനും കഴിയില്ല. നിലക്ക് വലിയ അധികാരമുള്ളവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആ റബ്ബുൽ ഇസ്സത്തിന്റെ അധികാരത്തെ കുറിച്ച് നല്ല ബോധം വേണം. ആ നല്ല ബോധം ഉണ്ടാകുമ്പോഴാണ് റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് നമുക്ക് തസ്ബീഹ് ചൊല്ലാൻ തോന്നുക, നമുക്ക് തക്ബീർ ചൊല്ലാൻ തോന്നുക, നമുക്ക് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കാൻ തോന്നുക, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ചു ചൊല്ലാൻ തോന്നുക, നമുക്ക് അമലിനോട് ഇബാദത്തിനോട് താല്പര്യം വരിക. അതേ നമ്മുടെ മനസ്സിൽ അത്തരം ചിന്തകളില്ല. ദുനിയാവിനോടുള്ള ബന്ധങ്ങളാണ്, ഇവിടെയുള്ള കളിയാണ്, തമാശയാണ്,
ഒച്ചയാണ്, ആഘോഷമാണ്, ആർഭാടമാണ്, സ്വറപറച്ചിലാണ്. ഈ ചിന്തയുണ്ടാകുമ്പോഴോ അമലുകളോട് നമുക്ക് ഹിർസ് ലഭിക്കൂല. അമലുകളോട് നമുക്ക് ഹിർസ് ലഭിക്കൂല, താല്പര്യം ഉണ്ടാകൂല. നമുക്ക് മനസ്സാന്നിധ്യത്തോടെ, മനസ്സ് സന്തോഷത്തോടെ നമുക്കൊരു സുജൂദ് ചെയ്യാൻ കഴിയൂല, നമുക്കൊരു പേജ് ഖുർആൻ ഓതാൻ കഴിയൂല. ഒന്ന് മാറണേ. സൃഷ്ടിച്ച നാഥനെ കുറിച്ചുള്ള നല്ല സ്നേഹപൂർണമായ ഓർമ്മ കൽബിലേക്ക് വരണേ. അല്ലാ 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 എന്ന ചിന്ത കൽബിലേക്ക് വരണേ. റബ്ബ് തആല അനുഗ്രഹങ്ങളെ ആവർത്തിച്ച് ഓർമ്മിച്ചിട്ട് നമുക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നണം, എനിക്ക് പാതിരാവൊന്ന് എഴുന്നേൽക്കണം, എന്നിട്ട് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരു 2 റക്അത്തെങ്കിലും എനിക്ക് നിസ്കരിക്കാൻ കഴിയണം എന്ന ചിന്ത നമ്മളെ കൽബിലേക്ക് വന്നാൽ നമ്മൾ ആ സമയത്ത് എഴുന്നേൽക്കുമല്ലോ. ആവേശത്തോടെ എഴുന്നേറ്റ് വുളൂ ചെയ്യുമല്ലോ. അതുപോലെ നിസ്കാരപ്പായ വിരിച്ച് ആരും അറിയാതെ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് വജ്ജഹതു വജിയ ലില്ലദീ ഫതറ സമാവാതി ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. സൃഷ്ടിച്ച നാഥനിലേക്ക് തന്റെ ശരീരവും തന്റെ ആയുസ്സും തന്റെ ജീവിതവും തന്റെ സർവസ്വവും സമർപ്പിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞ ചൊല്ലിയിട്ട് ആ റബ്ബിലേക്ക് കൽബ് തിരിച്ചിട്ട് നമ്മൾ ആ നിസ്കാരം നിർവഹിച്ചാൽ ആ പാതിരാവിലുള്ള നിസ്കാരത്തിന് എത്ര സൗന്ദര്യമാണ്, എന്തൊരാനന്ദമാണ്. ആ സമയത്ത് റബ്ബിനെ മനസ്സുകൊണ്ട് ഇഷ്ടം വെച്ച് സുജൂദിലായി കിടക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. ഏറ്റവും ഔന്നിത്യമുള്ള റബ്ബിനെ പരിശുദ്ധനാക്കുന്ന വാചകം പറഞ്ഞിട്ട് സർവാദി സ്തുതികളും അവനക്ക് സമർപ്പിക്കുന്നത് നമ്മളാരുടെ മുന്നിലും തലകുനിക്കാൻ മടിക്കുന്നവരാണ്. ഒരു മഖ്ലൂഖിന്റെയും മുന്നിൽ നമ്മൾ തലകുനിക്കേണ്ടതില്ല, അതിന് നമ്മൾ സന്നദ്ധമാകേണ്ടതില്ല. ആ നിലക്ക് നമ്മൾ ആദരവോടെ കാണുന്ന നമ്മുടെ ശിരസില്ലയോ, നമ്മുടെ തലയില്ലയോ, ആ തല നെറ്റിത്തടന്നതാ മണ്ണിലേക്ക് വെച്ചിട്ട് ഭൂമിയിലേക്ക് വെച്ചിട്ട് സൃഷ്ടിച്ച നാഥനോട് സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചിട്ട് അവന്റെ ഔന്നിത്യം പറഞ്ഞിട്ട് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിയിട്ട് നമ്മൾ അവനിലേക്ക് തിരിഞ്ഞ് തസ്ബീഹ് ചൊല്ലുമ്പോൾ തസ്ബീഹിന് എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു ആസ്വാദനമാണ്, എന്തൊരു ആനന്ദമാണ്. കാരണം എന്താണെന്നറിയോ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇബാദത്ത് ചെറിയ കാര്യമല്ല, അത് വല്ലാത്തൊരു മഹത്വമുള്ള അമലാണ്, വല്ലാത്തൊരു സൗന്ദര്യമുള്ള അമലാണ്, വല്ലാത്തൊരു സൗന്ദര്യമുള്ള അമലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, റബ്ബിന്റെ അടിമ ആ റബ്ബിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, സന്ദർഭം എവിടെയാണ്? അവന്റെ റബ്ബിനോട് ഒരടിമ ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭം ഏതാണ്? ആ മനുഷ്യൻ സുജൂദിലായി കിടക്കുമ്പോഴാണ്, റബ്ബിന്റെ മുന്നിൽ സുജൂദിലായി
കിടക്കുമ്പോഴാണ് സൃഷ്ടിച്ച നാഥനിലേക്ക്, പോറ്റി വളർത്തുന്ന നാഥനിലേക്ക് വെള്ളവും വെളിച്ചവും ഓക്സിജനും ആരോഗ്യവും സമ്പത്തും സൗകര്യങ്ങളും സർവാധികാര്യങ്ങളും സർവ സന്ദർഭങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ ഔദാര്യം ലഭിക്കുന്നത് കേട്ടോ. ആ റബ്ബിലേക്ക് ഏറ്റവും അടുപ്പം കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഅക്സിറൂ അദ്ദുആ. അതുകൊണ്ട് അതേ വിശ്വാസികളെ, നിങ്ങൾ ആ സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യണം. ആ സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യണം. ആ സുജൂദിൽ നിങ്ങൾ ദുആഇനെ വർദ്ധിപ്പിക്കണം. അതല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മുത്തുനബി പറയുക മാത്രമല്ലല്ലോ, അതാ ഒരവസരത്തിൽ സ്വഹാബാക്കൾക്കിടയിൽ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയതാണ്. സ്വഹാബാക്കൾ വിചാരിച്ചു എന്തോ ഒരു ആവശ്യത്തിന് പുറത്തു പോയതായിരിക്കും, ഇപ്പൊ വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. കുറച്ചു കാത്തപ്പോ സ്വഹാബാക്കൾ അസ്വസ്ഥരായി. കാരണം എന്താണ്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെടുന്നത് അവർ തീരെ ആഗ്രഹിക്കുന്നതല്ല. അവർക്കത് സഹിക്കൂല, അവർക്ക് വലിയ പ്രയാസം. അതുകൊണ്ടല്ലേ ഒരു സ്വഹാബി, ആ സ്വഹാബി എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ പോയാൽ ബേജാറായിട്ട് വേഗം ഓടി വരും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, അതെ ആ സ്വഹാബി റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോയാൽ അയാൾ വേഗം ഓടി തിരിച്ചു വരും. എന്തിനാ തിരിച്ചു വരുന്നത്? എന്റെ മുത്തുനബിയെ കാണാനുള്ള സമയം നഷ്ടപ്പെട്ടുകൂടാ. ആ മനുഷ്യൻ പറയാണ്, ആയിഷ ബീവി പറയാണ്, അതെ ഒരു ദിവസം ഇങ്ങനെ പുറത്തു പോയി വേഗം തിരിച്ചു വന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയാണ്. എന്താ കാര്യം? എന്താ കാര്യം? ആ കാര്യം അന്വേഷിച്ചപ്പോൾ ആ സ്വഹാബി പറയാണ്, ഓ നബിയേ, ഈ ദുനിയാവിൽ വെച്ച് അങ്ങയെ കാണണമെന്ന് എപ്പോ ഞാൻ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം അങ്ങയുടെ ഹദറത്തിലേക്ക് വേഗം എനിക്ക് വന്നു നിൽക്കാമല്ലോ. ആ ശറഫാക്കപ്പെട്ട മുഖം എനിക്ക് കൺകുളിർക്കെ കാണാമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ വീട്ടിലെത്തി എനിക്ക് അവിടെ ഇരിപ്പൊർക്കൂല. അങ്ങനെ കാണാൻ കൊതിയാകുമ്പോ ഞാൻ വേഗം പോരും. അങ്ങനെ അങ്ങയുടെ ഹദറത്തിൽ വന്നിരിക്കും. ഇതാണ് എന്റെ പതിവായിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇതാ മസ്ജിദ് നബവിയിൽ വീട്ടിൽ പോയപ്പോ ആ വീട്ടിൽ ഇരിക്കുമ്പോ അങ്ങയെ കാണാത്തതില്ല പ്രയാസം. ആ പ്രയാസം മനസ്സിൽ വന്നപ്പോ എന്റെ കൽവിൽ ഒരു ചിന്ത കൂടെ വന്നുപോയി. ആ ചിന്ത എന്താ? ഫദകർതു മൗതീ വ മൗതക. ഞാനിങ്ങനെ ആലോചിച്ചു. ഇപ്പൊ പോയപ്പോ എന്റെ മനസ്സിലൊരു വല്ലാത്ത ടെൻഷൻ വന്നു. ആ ടെൻഷൻ എന്താണ്? എന്റെ മരണത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചു. എന്റെ മരണത്തെ കുറിച്ച് മാത്രമല്ല, അങ്ങയുടെ വഫാത്തിനെ കുറിച്ചും ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ മരിക്കും, അങ്ങ് വഫാത്താകും. ആ നിലക്ക് ഈ ലോകത്തുനിന്ന് കഴിയുമ്പോ ഈ ദുനിയാവിൽ വെച്ച് ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ അങ്ങയുടെ പരിസരത്ത് വന്നിട്ട് എനിക്ക് അങ്ങയുടെ മുഖം നോക്കി നിൽക്കാമല്ലോ. പക്ഷേ ഞാൻ മരിച്ചാലോ, അങ്ങ് വഫാത്തായാലോ, അങ്ങ് ആഖിറത്തിൽ വലിയ ദറജയിലായിരിക്കും, ഞാൻ ഏറ്റവും താഴെ തട്ടിലായിരിക്കും. അതുകൊണ്ട് നബിയേ, എന്റെ മനസ്സിനെ ടെൻഷനാക്കിയ ചിന്ത എന്താന്ന് ചോദിച്ചാൽ, ആ മരണത്തിനു ശേഷം അങ്ങയെ കാണാൻ എനിക്ക് കഴിയുമോ, എനിക്ക് സാധിക്കുമോ? ഈ ബേജാറാണ്. ഈ ബേജാറാ സ്വഹാബി പങ്കുവെക്കുന്നു. ഇതാണ് സ്വഹാബാക്കളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ആത്മബന്ധം. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബാക്കൾ കുറച്ചൊന്നും അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈകിയപ്പോൾ അവർ അസ്വസ്ഥമായി. അതാ ചില സ്വഹാബാക്കളൊക്കെ അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങി. അന്വേഷിച്ചിറങ്ങിയ കൂട്ടത്തിൽ ഇറങ്ങിയ ആളാണ് മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. മഹാനവരങ്ങളിങ്ങനെ ഇറങ്ങി ബേജാറിൽ, റസൂലുള്ളാഹി എവിടെ, എന്തായി പോയി എന്ന ബേജാറിൽ അന്വേഷിച്ച് ഇങ്ങനെ പോയി. അതാ ഒരു
തോട്ടത്തിന്റെ മതിലിന്റെ പരിസരത്ത് എവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നില്ല. ഈ തോട്ടത്തിന്റെ അടുക്കലെത്തിയപ്പോ മഹാനവറുകൾ ഇങ്ങനെ ഫദുർത്തു, ഞാനിങ്ങനെ കറങ്ങി നോക്കി എവിടെയാണ് ഇതിലേക്കുള്ള എൻട്രൻസ്. എവിടെയും ഗേറ്റും കാണുന്നില്ല, തുറന്നു വെച്ച ഒരു ഗേറ്റും കാണുന്നില്ല, പ്രവേശിക്കാൻ ഇടം കാണുന്നില്ല. ഞാൻ ഒന്നുകൂടെ സൂക്ഷ്മമായി ആ മതിലിന്റെ ചുറ്റുമായി ഇങ്ങനെ നോക്കി. അപ്പോഴാണ് ഞാൻ കണ്ടത് ആ മതിലിന്റെ അടിഭാഗത്ത് ഒരു ദ്വാരം കാണുന്നുണ്ട്. ആ ദ്വാരം എന്തിനാണ്? ആ തോട്ടത്തിലേക്ക് വെള്ളം പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ദ്വാരമാണ്. ആ ദ്വാരം കണ്ടപ്പോ ഞാൻ മനസ്സിൽ ആലോചിച്ചു, ഈ തോട്ടത്തിന്റെ ഉള്ളിൽ എന്റെ ഹബീബ് ഉണ്ടെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനവറുകൾ ആ ഒരു ചെറിയ ആ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ ഞാൻ നല്ല വലിഞ്ഞു. ഏതുപോലെ കുറുക്ക സാലബത്ത് വലിയുന്നത് പോലെ ഞാൻ അതിന്റെ ഉള്ളിലൂടെ വലിഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ സുബ്ഹാനല്ലാഹ്, അപ്പോഴതാ തോട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നു. അവിടെ കാണുന്നു, ആരെയാണ് കാണുന്നത്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. അവിടുന്ന് സുജൂദിലായി കിടക്കുന്നതാ ഞാൻ കാണുന്നത്. സ്വഹാബി പറഞ്ഞു, ആ സുജൂദിലായി കിടക്കുന്ന ഞാൻ കുറച്ചു സമയം ഇങ്ങനെ നോക്കി നിന്നു. നോക്കി നിന്നപ്പോ തല ഉയർത്തുന്നില്ല. അപ്പൊ എനിക്ക് ബേജാറായി. ആ ബേജാർ എന്താണ്? എന്റെ മുത്തുനബി സുജൂദിൽ കിടന്നു വഫാത്തായി പോയോ? ഈ ബേജാറ് കാരണം ആ സുജൂദിന്റെ കിടത്തം കാണുമ്പോ ചലനമില്ല, ശരീരത്തിനൊരനക്കവുമില്ല, ദീർഘമായ കിടപ്പാട്. ആ കിടത്തം കണ്ടപ്പോ എനിക്ക് മനസ്സിൽ ബേജാറായി. ഞാൻ വേഗം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ചെന്നിട്ട് തല താഴ്ത്തി ഇങ്ങനെ നോക്കി. റസൂലുള്ളാഹി വഫാത്തായോ അല്ല ഹയാത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുമ്പോ ഫഖാമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റപ്പോ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ ബേജാറോടെ നിൽക്കുന്നു? അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ഈ സുജൂദിലായി കടന്നു വഫാത്തായോ എന്ന് ഞാൻ ബേജാറായി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലായി കിടക്കുമ്പോഴുള്ള അവസ്ഥയാണ് സുജൂദ്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായ ഇബാദത്ത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത് അല്ലാതെ ശരീരം കൊണ്ട് ചെയ്യുന്ന അഫ്ദലുൽ ഇബാദത്തുൽ ബദനിയ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ വെച്ച് ഏറ്റവും അഫ്ദലായ ഇബാദത്ത് അത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ ഏറ്റവും ഫളലുള്ള കാര്യം എന്താണ്? അത് സുജൂദാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുജൂദിലായി കിടക്കാൻ വലിയ സന്തോഷമാണ്. ഒഴിഞ്ഞ സ്ഥലത്ത് പോയി സുജൂദിലായി കിടക്കുന്ന ഏർപ്പാട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടല്ലോ. കാരണം അല്ലാഹുവിലേക്ക് ഒരടിമയ്ക്ക് ഏറ്റവും അടുത്ത് നിൽക്കാൻ പറ്റുന്ന സ്ഥലം അത് സുജൂദാണല്ലോ. ആ സുജൂദിൽ അല്ലാഹുവിലേക്ക് ദുആ വർദ്ധിപ്പിക്കണമെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മാത്രല്ല, പിശാചിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്താണെന്നറിയോ? ലയനത്താക്കപ്പെട്ട പിശാചിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം അത് സുജൂദിലായി കിടക്കുന്നതാണ്. അത് കണ്ടൂടാ പിശാചിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ ഖറഅബ്ന ആദം അസ്സജദത ഫസജദ. അതേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാൻ വേണ്ടി ഇൽമു പറഞ്ഞു കൊടുത്തപ്പോൾ ആദരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ആ സമയത്ത് മലായികത്തുകൾ മുഴുവനും സുജൂദ് ചെയ്തല്ലോ. ആ സുജൂദ് ചെയ്തപ്പോൾ ശൈത്താൻ എന്ത് ചെയ്തു? മാറി നിന്നല്ലോ. ആ ശൈത്താൻ അസ്വസ്ഥപ്പെട്ടല്ലോ. സഹോദരങ്ങളെ, ഇദാ ഖറഅബ്ന ആദം അസ്സജദത. അതാ മനുഷ്യൻ എന്ത് ചെയ്യാണ്?
സജദ സൂറത്ത്, സജദയുടെ സൂറത്ത് ഓതുകയാണ്. അങ്ങനെ സജദയുടെ സൂറത്ത് ഓതിയാൽ ഫസജദ, ആ സമയത്ത് ആ മനുഷ്യൻ, ആ അടിമ സുജൂദിലാണ്. ആ സുജൂദിലായി കിടന്നാൽ എഴുത്തസല ശൈത്വാനു യബ്കി, പിശാച് അവന്റെ പരിസരത്ത് നിന്ന് കരഞ്ഞിട്ടങ്ങ് മാറി നിൽക്കും. യഖൂലു, എന്നിട്ട് പിശാച് പറയും. എന്താണ് പറയുക? യാ വൈലത്തി, എന്റെ നാശമേ, എന്റെ നഷ്ടമേ, ഉമർ ഇബ്നു ആദം ബിസ്സുജൂദ്, അതേ കൽപ്പിക്കപ്പെട്ടു പോയല്ലോ. ആദം സന്തതികളോട് സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു പോയല്ലോ. ഫസജദ, അവർ സുജൂദ് ചെയ്തല്ലോ. ഫലഹുൽ ജന്ന, ആ സുജൂദ് കൊണ്ട് അവർക്ക് സ്വർഗ്ഗമുണ്ടല്ലോ. എന്നിട്ട് പിശാച് പറയാണ്, വഉമിർതു ബിസ്സുജൂദ്, എന്നോടും സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നല്ലോ. ഫഅബൈതു, ഞാൻ അതിന് സന്നദ്ധമായില്ലല്ലോ. ഫലിയ അന്നാർ, അതിന് സന്നദ്ധമാകാത്തതിന്റെ പേരിൽ എനിക്ക് നരകം കിട്ടിയല്ലോ. മനുഷ്യരോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ അവരനുസരിച്ചപ്പോ അവർക്ക് അതുകൊണ്ട് അതേ സ്വർഗം കിട്ടിയല്ലോ. ഞാൻ ആ സുജൂദ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അല്ലാഹു നരകം നൽകിയല്ലോ. അതുകൊണ്ടാണ് പിശാച് മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ ഓടിപ്പോയി കരയുന്നത്, അസ്വസ്ഥത കാണിക്കുന്നത്. അവന്റെ നഷ്ടത്തെ കുറിച്ച് കൂടെ ഓർത്തുകൊണ്ടാണ്. സുജൂദ് അത് വല്ലാത്തൊരു അമല. ആ സുജൂദ് കിടക്കുമ്പോ നമ്മുടെ നെറ്റി ആ മണ്ണിൽ വെക്കുകയാണ്, ഭൂമിയിൽ വെക്കുകയാണ്. റബ്ബിനോടുള്ള ഖുദൂആണ്, തളർറുആണ്. ആ കിടത്തം അത് വല്ലാത്ത കിടത്തമാണ്. അതൊരു വല്ലാത്തൊരു സൗന്ദര്യമാണ്. ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായൊരു ഇബാദത്താണത്. എല്ലാത്തിന്റെയും ആത്മീയ സൗന്ദര്യത്തെ കുറിച്ച് പറയാൻ ഇവിടെ സമയമില്ല. പരിമിതിയുള്ളത് കൊണ്ട് ചിലത് മാത്രം ഞാൻ സൂചിപ്പിച്ചു പോകുകയാണ്. സുജൂദിന്റെ സൗന്ദര്യം കേൾക്കണോ നിങ്ങൾക്ക്? അതിന്റെ മഹത്വം കേൾക്കണോ നിങ്ങൾക്ക്? അതുകൊണ്ട് ലഭിക്കുന്ന വലിയ സ്ഥാനം കേൾക്കണോ നിങ്ങൾക്ക്? ഒരൊറ്റ ഉദാഹരണം പറയാ. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആരാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമ. ഒരു ദിവസം രാത്രി, നല്ല തണുപ്പുള്ള രാത്രി, ആ തണുപ്പുള്ള രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിലേക്ക് പോകാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി ഇവിടെ നിന്നിട്ട് നിങ്ങൾ പ്രയാസപ്പെടണ്ട, ഈ രാത്രി നിങ്ങൾ കുടുംബത്തോടൊപ്പം പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സമ്മതം കൊടുത്തു. ആ സമ്മതം കൊടുത്തപ്പോ റബീഅ റളിയല്ലാഹു അൻഹു ആ സമ്മതം കിട്ടിയത് കൊണ്ട് പോകാം, കുടുംബത്തിലേക്ക് പോകാം, അതിന് യാതൊരു കുഴപ്പമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അവിടുന്ന് പറഞ്ഞിട്ടാണല്ലോ. അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ മഹാനവറുകളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ഞാൻ പോയാൽ ഈ തണുപ്പുള്ള നല്ല ഇരുട്ടുള്ള രാത്രിയിൽ എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പാതിരാത്രി എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ പ്രാഥമിക ആവശ്യത്തിന് വെള്ളമെടുത്തു കൊടുക്കാനും വുളൂ ചെയ്യാനും ഒരു ഖിദ്മത്തിന് ആളുണ്ടാവില്ലല്ലോ എന്ന ചിന്ത മനസ്സിൽ വന്നപ്പോ തന്റെ അഹ്ലിലേക്ക് പോകാതെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ തന്നെ അവിടെ അങ്ങ് പാർത്തു. പോകാൻ പറഞ്ഞിട്ട് പോകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള താല്പര്യം കൊണ്ട് അവിടെ തന്നെ അങ്ങ് കൂടി. അങ്ങനെ കൂടിയപ്പോ പാതിരാവിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് വരികയാ. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരികയാ. ആ വരവ് കണ്ടപ്പോൾ ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി, ഞാൻ വേഗം വുളൂ എടുക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള വെള്ളം എടുത്തിട്ട് ചെല്ലുകയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്കാണ്. ആ ഹദറത്തിൽ
ചെന്ന് നിൽക്കുമ്പോ ഈ വെള്ളവും എടുത്ത് ചെന്ന് നിൽക്കുമ്പോ റസൂലുള്ളാഹിന്റെ ഖൽബിൽ വല്ലാത്തൊരു പ്രയാസം. പോകാൻ പറഞ്ഞിട്ടും പോയില്ലല്ലോ, എനിക്ക് വേണ്ടി രാത്രി ഇവിടെ തന്നെ പാർത്തല്ലോ. അതാണ് നല്ല മനസ്സുള്ളവരുടെ സ്വഭാവം. അവരുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? റസൂലുള്ളാഹിക്ക് വേണ്ടി സമയം ചെലവഴിക്കണമെന്നാണ്, അവർക്ക് വേണ്ടി അധ്വാനിക്കണമെന്നാണ്, അവർക്ക് വേണ്ടി അനുസരണ കാണിക്കണമെന്നാണ്. അതേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ലേ വിശ്വാസികളുടെ ജീവിതത്തിലുള്ള സന്തോഷവും സമാധാനവും. അതിന് പകരം റസൂലുള്ളാഹി പറയുന്നതിന് വിരുദ്ധമായി ചെയ്യണമെന്ന് ചിന്തിച്ചാലോ, അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടമായി മാറിയാലോ, അത് കടുത്ത വിരതേ നമുക്ക് നാശം വിതക്കുന്ന കാര്യമല്ലയോ? അവിടുത്തെ ജീവിതത്തെ, അവിടുത്തെ മനസ്സിനെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. കുടുംബത്തിലേക്ക് പോകാതെ ആ രാത്രി അവിടെ ഉറക്ക് ഒഴിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വെള്ളം എടുത്ത് ഇങ്ങനെ ചെന്നപ്പോൾ റസൂലുള്ളാഹിന്റെ ഖൽബങ്ങ് പൊട്ടി. ഈ രംഗം കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു വാത്സല്യം തോന്നി. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ആ സമയത്ത് വുളൂഇന് വേണ്ട വെള്ളവും തന്റെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ട വെള്ളവും എല്ലാം സംവിധാനിക്കുമ്പോൾ ഫഖാല ലീ, എന്നോട് എന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൽ യാ റബീഅ, റബീഅത്തേ നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ എന്നോട് എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ആ സമയത്ത് റബീഅ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് ചോദിച്ചാലും കിട്ടുന്ന സന്ദർഭമാണ്. അവിടുന്ന് തരുമെന്ന് പറഞ്ഞാൽ അത് ലഭിക്കുമെന്നതിൽ സംശയമില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബാണ്, അവിടുന്ന് സാധാരണക്കാരനല്ല. വിദഅത്തിന്റെ കക്ഷികൾ പറയുന്നത് പോലെ റസൂലുള്ളാഹി ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ. അതേ അവിടുത്തേക്ക് അല്ലാഹു കൊടുത്ത ആദരവ് ബഹുമാനം കൊണ്ട്, അവിടുത്തേക്ക് റബ്ബ് തആല കൊടുത്ത സമ്മതം കൊണ്ട് പലതും തരാൻ അവിടുത്തേക്ക് കഴിയുമല്ലോ. ഇതാർക്കറിയാം? മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിനറിയാം. അതറിയുന്ന റബീഅ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, ഞാൻ എന്ത് ചോദിക്കണം, ഞാൻ എന്ത് ചോദിക്കണം, ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ റസൂലുള്ളാഹി പറയാണ്, സല്യാ റബീഅ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഉടനെ മഹാനവരുടെ ചോദ്യം, ഫഖുൽതു, ഞാനങ്ങ് ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കാണാതെ പോകുന്നതിന്റെ സങ്കടം പറഞ്ഞൊരു സ്വഹാബിയെ കുറിച്ച്. അവരുടെ മനസ്സിലെ ആഗ്രഹം റസൂലുള്ളാഹിനെ എപ്പോഴും കണ്ടിങ്ങനെ നിൽക്കണമെന്നാണ്, അവിടുത്തെ പരിസരത്ത് ഇങ്ങനെ നിൽക്കണമെന്നാണ്. അതാണ് അവരുടെ മഹബത്ത്, അതാണ് അവരുടെ ഇഷ്ടം, അതിനു വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ കണ്ടോ നിങ്ങൾ റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ ചോദിക്കാനല്ലേ പറഞ്ഞത്? അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത്, സ്വർഗീയ ലോകത്ത് അങ്ങയോടുള്ള സഹവാസം എനിക്ക് തരണേ നബിയേ. സ്വർഗത്തിൽ പലേ മഖാമും മഹ്മൂദിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറിയ സ്ഥാനമല്ല, അത് നിസ്സാര കാര്യമല്ല, അത് വല്ലാത്തൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്ത് വിരാജിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതാ സഹവാസമാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം കേട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പ്രതികരിച്ചു, അല്ല ഇത് തന്നെ വേണോ, വേറെ എന്തെങ്കിലും ചോദിച്ചൂടെ? കാരണം ചോദിച്ചത് ചില്ലറ കാര്യമല്ലല്ലോ, വല്ലാത്തൊരു ചോദ്യല്ലേ ചോദിച്ചത്. അതുകൊണ്ട് റബീഅ, ഇത് തന്നെ വേണോ, ഇതല്ലാത്ത വേറെന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, ഹുവ
അത് തന്നെ എനിക്ക് വേണ്ടോ, വേറെയൊന്നും എനിക്ക് വേണ്ട. കാല ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അതേ സ്വർഗ്ഗത്തിൽ മുറാഫഖത്തൊന്നും എന്നോട് ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കായി പോവില്ലേ? അത് കുഫ്രായി പോവില്ലേ? അത് അല്ലാഹുവോട് ചോദിക്കേണ്ട കാര്യമല്ലേ? പടച്ചറപ്പ് തരേണ്ടതല്ലേ? എന്നോടാണോ ചോദിക്കേണ്ടത്? നിങ്ങൾ തൗഹീദിൽ നിന്ന് പുറത്തുപോയി എന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞോ? പറഞ്ഞില്ല. ഇവിടുത്തെ ബിദ്അത്തുകാർ പറയുന്നത് പോലെയാണെങ്കിൽ ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയേണ്ടിയിരുന്നു. ഇത് ഭൗതിക കാര്യമല്ലല്ലോ, ഇത് അഭൗതികമായ കാര്യമല്ലേ? ഇത് ആഖിറത്തിൽ തിരിച്ചെത്തിയാൽ സംഭവിക്കുന്ന കാര്യമല്ലേ? ആ കാര്യം ഇവിടെ റബ്ബിന്റെ ഒരു അടിമയോട് ചോദിക്കാൻ പറ്റുമോ? പറ്റൂല എന്നാണ് ആരുടെ വാദം? സർവ്വ ബിദ്അത്തുകാരുടെയും വാദം. അതേ സമയം അതേ മഹാന്മാർ, ആ മഹാന്മാരോട് വല്ലതും ചോദിച്ചാൽ അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾ റബ്ബിനോട് വല്ലതും ആവശ്യപ്പെട്ടാൽ അല്ലാഹുവിലേക്ക് ഉറപ്പിച്ച് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതങ്ങ് നടപ്പിലാകും. സംശയം വേണ്ട. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഇഅ്തിഖാദ്, വിശ്വാസം. ആ ഇഅ്തിഖാദാണ് സഹാബാക്കൾക്കുള്ളത്. അതുകൊണ്ടാണ് റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അതേ ഓ നബിയേ, എനിക്കിതല്ലാത്ത വേറെയൊന്നും വേണ്ട. ഇത് തന്നെ എനിക്ക് വേണ്ടൂ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, എനിക്കത് തരാൻ കഴിയില്ല എന്നല്ല, ഫഇന്നി അലാ നഫ്സിക ബികഥറത്തി സുജൂദ്. റസൂലുള്ളാഹിന്റെ മറുപടി കേട്ടോ നിങ്ങൾ? ഈ മറുപടിയാണ് എന്റെ വിഷയബന്ധിയായ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഫഇന്നി ഓ റബിഅ, നിങ്ങളൊന്ന് എന്നെ സഹായിക്കുമോ? അലാ നഫ്സിക, നിങ്ങളെ ശരീരത്തിന്റെ മേല് ഏത് വിഷയത്തില് നിങ്ങൾ മുറാഫഖത്തൊക്കെ ചോദിച്ചില്ലേ? സ്വർഗീയ ലോകത്തെ സഹവാസം നിങ്ങളെ ശരീരത്തിന് ചോദിച്ചില്ലേ? ആ ചോദിച്ച നിങ്ങളെ ശരീരത്തിന് അത് തരാൻ വേണ്ടി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? എന്തുകൊണ്ടാ സഹായിക്കേണ്ടത്? ബികസറത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിക്കൽ കൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? ഇതാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്. ഈ ചോദ്യം കേട്ടപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? സുജൂദ് എന്നുള്ളത് വലിയൊരു അമലാണ്, വലിയ ദറജ കിട്ടാൻ കാരണമാണ്. പാരത്രികമായ ലോകത്ത്, സ്വർഗീയ ലോകത്ത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവാറ് കിട്ടാൻ, അവിടുത്തെ പരിസരത്തണയാൻ അതിനെ പറ്റിയ അമലാണ് സുജൂദ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഹദീസ് കൂടെ പറയട്ടെ. മഹാനായ മഅദാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹു പറയാൻ ഉദ്ധരിക്കുകയാണ്, ഖാൽ ലഖീതു സൗബാൻ മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലയായ സൗബാൻ തങ്ങളെ ഞാൻ കണ്ടുമുട്ടി. ഖുൽതു, ഞാൻ ചോദിച്ചു, അഖ്ബിർനി ബിഅമലിൻ അഅമലുഹു യുദ്ഖിലുനില്ലാഹു ബിഹി അൽ ജന്ന. ഓ സൗബാൻ തങ്ങളെ, എനിക്കൊന്ന് അറിയിച്ചു തരുമോ? ബിഅമലിൻ, ഒരു പ്രവർത്തനങ്ങളെ കൊണ്ട്, അഅമലുഹു ഞാനത് പ്രവർത്തിക്കും, അങ്ങനെ ഞാനത് പ്രവർത്തിച്ചാലോ യുദ്ഖിലുനില്ലാഹു ബിഹി, ആ പ്രവർത്തനങ്ങളെ കൊണ്ട് എന്നെ അല്ലാഹു പ്രവേശിപ്പിക്കും, അൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അതേ, അല്ലാഹു എന്നെ സ്വർഗ്ഗത്തിൽ കടത്താൻ കാരണമാകുന്ന ഒരു അമൽ പറഞ്ഞു തരുമോ? ഇതാണ് ചോദ്യം. ഉത്തരം പെട്ടെന്ന് പറഞ്ഞില്ല. വീണ്ടും ഞാൻ ആ ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും അതാ മിണ്ടിയില്ല. മൂന്നാം പ്രാവശ്യവും ഞാൻ ആ ചോദ്യം ചോദിച്ചു. ആ സമയത്ത് പറയുന്നു, സഅൽതു അൻ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ചോദ്യം ഞാൻ ആരോട് ചോദിച്ചു? ഹബീബായ
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അലൈക ബികസറത്തി സുജൂദി ലില്ലാഹ്, നിങ്ങളെ മേൽ നിങ്ങൾ ചെയ്യേണ്ട അമൽ എന്താണെന്നറിയോ? ഇതിനു വേണ്ടിയിട്ട് സുജൂദ് വർദ്ധിപ്പിക്കലാണ്. സുജൂദ് വർദ്ധിപ്പിച്ചാൽ സ്വർഗ്ഗപ്രവേശനം എളുപ്പമാണ്. സുജൂദ് വർദ്ധിപ്പിച്ചാൽ മുത്തുനബിയോടുള്ള ജിവാറിൽ അണയാനുള്ള അവസരം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാരെ മുഴുവനും സുജൂദിൽ ദീർഘമായി കിടന്നത്. കണ്ടില്ലേ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളതാ കഴുമരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തപ്പോൾ അതേ ചോദിക്കുന്നു, ഓ ഖുബൈബേ, നിങ്ങൾക്ക് രക്ഷപ്പെടണോ വഴിയുണ്ട്? ഒറ്റ വാചകം പറഞ്ഞാ മതി. ഖുബൈബ് റളിയല്ലാഹു അൻഹു ചിലർക്ക് വേദനിപ്പിച്ചു നോക്കി. അവിടുത്തെ ശരീരത്തിൽ ചില അവയവങ്ങളൊക്കെ മുറിച്ചു. നീ പിൻവലിയുമോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അവസാനം അവർ ചോദിച്ചു, എങ്കിലൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത്. ആ ആഗ്രഹം ഞങ്ങൾക്ക് സാധിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യുമോ? ഒരു വാചകം നിങ്ങൾ പറയുമോ? ഏതാണ് ആ വാചകം? ഓ ഖുബൈബേ, നിങ്ങളെ സ്ഥാനത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവാചകരാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നൊരു വാചകം പറഞ്ഞാൽ വെറുതെ വിട്ടോളാം, തിരിച്ചയച്ചോളാം എന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഒരൊറ്റ വാചകം പറഞ്ഞാ പോരെ, ജീവൻ രക്ഷപ്പെടൂലേ? ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വദ്ദമു തൻസിഫു മിൻഹു, രക്തം ശരീരത്തിൽ നിന്ന് ഒലിച്ചിങ്ങനെ ഇറങ്ങുന്നുണ്ട്. ആ ഒലിച്ചിറങ്ങുന്ന സമയത്ത് മഹാനായ ഖുബൈബ് തങ്ങൾ പറയുന്നു, ഓ മുശ്രിക്കുകളെ, ഞാൻ ആ വക വാചകം പറയുന്നത് പോയിട്ട് എന്റെ മുത്തുനബിയുടെ ശരീരത്തിൽ ഒരു മുള്ളുകുത്തുന്ന വേദന, ആ വേദന അനുഭവിക്കുമ്പോ ഞാൻ ആ വേദന പരിഗണിക്കാതെ എന്റെ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവിടുത്തെ ശരീരത്തിൽ ഒരു മുള്ളുകുത്തുന്ന വേദന പോലും സംഭവിക്കുന്ന സമയത്ത് അതറിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നവനല്ല. പിന്നെയല്ലേ എന്റെ ശരീരം മുറിക്കപ്പെട്ട നിലക്ക്, രക്തം ഇങ്ങനെ ഒലിക്കുന്ന നിലക്ക് ഞാനിങ്ങനെ നിൽക്കുമ്പോ എന്റെ ഈ സ്ഥാനത്ത് എന്റെ ഹബീബാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയുമോ? ഇല്ല, ഇല്ല. അത് ഞാൻ പറയുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കണ്ട, നിങ്ങൾ കൊല ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോ നിവൃത്തിയില്ലാതെ മുശ്രിക്കുകൾ പറഞ്ഞു, എന്നാൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവസാനത്തെ ആഗ്രഹം എന്താ? ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് എന്റെ റബ്ബിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിക്കണം, എന്റെ മക്കളെ കാണണം എന്നല്ല, ഭാര്യയോട് വസിയത്ത് ചെയ്യണം എന്നല്ല, എന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഏൽപ്പിക്കണം എന്നല്ല, പിന്നെയോ എനിക്ക് എന്റെ റബ്ബിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിക്കണം. ഖുബൈബ് റളിയല്ലാഹു അൻഹു നിസ്കാരം നിർവഹിക്കുന്നു, വളരെ വേഗം നിർവഹിക്കുന്നു. അങ്ങനെ നിസ്കാരം നിർവഹിച്ചിട്ട് വേഗം സലാം വിട്ടുന്നു. എന്നിട്ട് മുശ്രിക്കുകളെ നേരെ നോക്കിയിട്ട് പറയുന്നൊരു വാചകമുണ്ട്, ഓ മുശ്രിക്കുകളെ, ഞാനിതാ വേഗം നിസ്കാരം നിർവഹിച്ചു. എന്തെന്നറിയോ? നിങ്ങൾ എന്നെ ഭീരുവാണെന്ന് ധരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എന്റെ നിസ്കാരം നീട്ടിയാൽ ഞാനൊരു ഭീരുവാണെന്ന് നിങ്ങൾ ധരിക്കുമോ എന്ന പേടി എനിക്കുണ്ട്. അത് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം നിസ്കരിച്ചത്. അതേസമയം ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എന്റെ റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് പൂതി മാറിയിട്ടില്ല, ആഗ്രഹം തീർന്നിട്ടില്ല. ആ ആഗ്രഹം
തീരാത്ത മനസ്സുമായിട്ടാണ് ഞാൻ വേഗം എന്റെ നിസ്കാരം പൂർത്തിയാക്കി നിങ്ങളിലേക്ക് വന്നത് കേട്ടോ. അത് നിങ്ങളെ എന്നെ കുറിച്ച് ഭീരുവാണെന്ന് വിചാരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ്. കണ്ടില്ലേ മഹാന്മാരുടെ സ്വഭാവം. അവർക്ക് റബ്ബിന്റെ മുന്നിൽ സുജൂദിലായി കിടക്കണം, റബ്ബിന്റെ മുന്നിൽ സുജൂദിലായി കിടക്കണം. അത് വല്ലാത്ത സൗന്ദര്യമാണ്, വല്ലാത്തൊരു രസമാണ്, വല്ലാത്തൊരു സുഖമാണ്. ആ രസം കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായ നിസ്കാരം നിർവഹിക്കാറുണ്ടല്ലോ. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ മടിയുള്ള ആളുകളല്ലേ നമ്മള്. ആ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഫാത്തിഹ ഓതി സൂറത്ത് ഓതാറില്ലല്ലോ. തസ്ബീഹ് ഒരു വട്ടത്തിൽ ചുരുക്കൂലേ? ഇത് നമ്മുടെ ഈമാനിന്റെ കുറവല്ലേ? ഇബാദത്തിന്റെ ലദ്ദത്ത് അനുഭവിക്കാത്തത് കൊണ്ടല്ലേ? എന്നാൽ മഹാന്മാരോ അവർ ഇബാദത്തിന്റെ ലദ്ദത്ത് അനുഭവിച്ചു. അതുകൊണ്ട് പാതിരാത്രി അവർ എഴുന്നേറ്റ് ദീർഘമായ നിസ്കാരം നിർവഹിച്ചു. കണ്ടില്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എങ്ങനെയാണ്? ഫാത്തിഹ ഓതി ഒരു റക്അത്തിൽ സൂറത്തുൽ ബഖറയല്ലേ, 2.5 ജുസോളമില്ലയോ? മറ്റൊരു റക്അത്തിൽ സൂറത്തുൽ അൻആം അല്ലേ, അടുത്ത റക്അത്തിൽ സൂറത്തുൻ നിസാ അല്ലേ? ഇങ്ങനെ ദീർഘമായ നിസ്കാരമല്ലേ? ആ നിസ്കാരം ഇങ്ങനെ നീണ്ട നിസ്കാരം നിർവഹിച്ചപ്പോൾ അതാ വലം തു സുന്നതമൻ അയ്യവലമൈദാ അനിസ്തഖത് ഖദമാ ഉള്ളുറ മിൻ വറമി. ചെല്ല മദീനത്തേക്കൊരു സ്വലാത്ത് മൗലായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിപ്പാടി മഹാനായ മുഹമ്മദുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു ആ മദ്ഹിന്റെ ഭാഗമായി പറഞ്ഞു, വലംതു സുന്നത മൻ അഹ്യല്ലലാമൈദാ. ഞാൻ അക്രമം പ്രവർത്തിച്ചു പോയല്ലോ, എതിര് കാണിച്ചു പോയല്ലോ. എന്റെ ഹബീബിന്റെ തിരുചര്യയോടാണ് ഞാൻ എതിര് കാണിച്ചത്. ആ തിരുചര്യ എന്താ? രാത്രി സമയങ്ങളിൽ ദീർഘമായ നിസ്കാരമാണ്. ആ നിസ്കാരം അങ്ങ് നിർവഹിച്ചപ്പോൾ വലംതു സുന്നതമൻ അഹ്യല്ലലാമൈദാ അനിസ്തഖത് ഖദമാ ഉള്ളുറ മിൻ വറമി. ആ ദീർഘമായ നിസ്കാരം നിർവഹിച്ചപ്പോ അതാ കാലിന്റെ മുകളിൽ നീര് കെട്ടി വീർത്തല്ലോ, കാലാവലാതി പറയുന്നല്ലോ. പക്ഷേ ആ അവലാതി പറച്ചിലിനെ മുത്തുനബി പരിഗണിച്ചോ? അതൊരു പ്രയാസമായോ? ഇല്ല ഇല്ല. കാരണമെന്താ? സൃഷ്ടിച്ച നാഥന്റെ മുന്നിൽ സുജൂദ് കിടക്കുമ്പോ ഖിറാഅത്തിന് മാത്രമല്ലല്ലോ ദൈർഘ്യം, റുകൂഇലുള്ള തസ്ബീഹ് അതാ സൂറത്തുൽ അൻആമിന് സമാനമല്ലേ? അതേ ദീർഘമായ അധ്യായങ്ങൾക്ക് സമാനമല്ലേ? സുജൂദിലുള്ള തസ്ബീഹ് അടക്കമുള്ളത് അത്രയും ദീർഘമായ സമയം സുജൂദിലും ഖിയാമിലും റുകൂഇലും ഒക്കെ കടന്ന് അല്ലാഹുവിന്റെ മുന്നിൽ അമൽ ചെയ്യുമ്പോൾ, ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന്റെ രസത്തിലാണ്, അതിന്റെ സുഖത്തിലാണ്, അതിന്റെ ആസ്വാദനത്തിലാണ്. അപ്പൊ കാലിന്റെ പരാതി പരിഗണിച്ചില്ല, നീര് കെട്ടി വീർത്തത് പ്രയാസം തോന്നിയില്ല. പ്രിയപ്പെട്ട മഹതിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഈ നീര് വന്ന കാല് കണ്ടപ്പോ ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, വലിയ സ്ഥാനമുള്ള നേതാവല്ലേ,
കാലിന് നീര് വന്നിട്ടും എന്തേ അങ്ങ് പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നു? ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്തേ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നു? ഉടനെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി എന്താ? അഫലാ അകൂന അബദൻ ശകൂറാ യാ ആയിഷ, ഓ ആയിഷ, ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അതാ റബ്ബിനെ അതേ ശുക്ർ ചെയ്യുന്ന ഒരടിമയായി മാറേണ്ടതില്ലയോ? ഈ കാര്യമാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്. മഹാന്മാരും ഇതുപോലെ ദീർഘമായി അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കാരം നിർവഹിച്ച് സമയം ചെലവഴിക്കുന്നവരാണ്. അവർക്ക് നിസ്കാരം വലിയ ആസ്വാദനമാണ്, നിസ്കാരം വലിയ സന്തോഷമാണ്. ചരിത്രത്തിൽ നിന്നൊരു ഉദാഹരണം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ സമയം പൂർത്തിയാകുകയാണ്, ചുരുക്കുകയാണ്. സഹോദരങ്ങളെ, 12 മണിയാകുമ്പോഴേക്ക് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. സഹോദരങ്ങളെ, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഒരു യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ പോകുകയാണ്. അങ്ങനെ യുദ്ധത്തിന്റെ സ്ഥലമെത്തിയപ്പോൾ യുദ്ധത്തിന്റെ തലേനാളാണ്, രാത്രിയാണ്. ആ യുദ്ധരണാങ്കണത്തിന്റെ പരിസരത്ത് അതാ മുസ്ലിമീങ്ങൾ തമ്പടിക്കുകയാണ്. അപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, മയ്യഹറുസുനാ ഫീ ലൈലത്തിനാ ഹാദിഹി, ആരാണ് ഈ രാത്രിയിൽ നമുക്ക് കാവല് നിൽക്കുക? കാരണം എല്ലാരും ഇങ്ങനെ ഉറക്കൊഴിഞ്ഞ് നിൽക്കണ്ടല്ലോ. അതേസമയം പരിസരത്ത് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളെ നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് ആരെങ്കിലും കാവല് നിൽക്കണം. ഈ രാത്രി ആരാണ് കാവല് നിൽക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഫഖാമ ഇലൈഹി, ആ പ്രവാചകർ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. വഖാലാ, ഈ രണ്ടുപേരും പറഞ്ഞു, നഹനു യാ റസൂലല്ലാഹ്, ഞങ്ങൾ കാവല് നിന്നോളാം നബിയേ. ആ നിലയ്ക്ക് രണ്ടുപേരും പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാക്കളെ എല്ലാവരും പോയി വിശ്രമിച്ചോളൂ, നാളെ യുദ്ധം ചെയ്യേണ്ടതല്ലേ, ഉറക്കൊഴിഞ്ഞ് ക്ഷീണിച്ചുകൂടല്ലോ, അതുകൊണ്ട് എല്ലാവരും പോയി വിശ്രമിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും വിശ്രമിച്ചു. അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങളും അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും അതാ കാവല് നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു നിൽക്കുമ്പോ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങൾ ചോദിക്കുകയാണ് അമ്മാർ ഇബ്നു യാസിർ തങ്ങളോട്, അയ്യു ശത്രി അല്ലൈലി, അതേ മഹാനവർകൾ ചോദിക്കുകയാണ്, അയ്യു ശത്ര ഇല്ലൈലി തുസിറു അൻ തനാമ ഫീ അവ്വലിഹി അം ആഖിരിഹി. ഓ അമ്മാർ ഇബ്നു യാസിറേ, ഈ രാത്രിയുടെ പകുതി ഭാഗം ആരാണ് ഉറങ്ങുന്നത്? അതേ, രണ്ടുപേരും ഇങ്ങനെ മുഴുവൻ സമയവും ഉറക്കൊഴിഞ്ഞ് നിൽക്കേണ്ടതില്ലല്ലോ. അങ്ങനെ ഉറക്കൊഴിഞ്ഞ് നിന്നാൽ ചിലപ്പോൾ രണ്ടുപേരും ഒരേ സമയത്ത് ഉറങ്ങിപ്പോയാലോ അത് ബുദ്ധിമുട്ടായി പോകുമല്ലോ. ആ കാര്യം മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നു, രാത്രിയുടെ ആദ്യ ഭാഗത്ത് ആരാണ് ഉറങ്ങുന്നത്? അവസാന ഭാഗത്ത് ആരാണ് കാവല് നിൽക്കുന്നത്? ആദ്യ ഭാഗത്ത് ആരാണ് കാവൽ നിൽക്കുന്നത്? രണ്ടാം ഭാഗത്ത് ആരാണ് ഉറങ്ങുന്നത് എന്ന ചർച്ചയാണ്. ഫഖാല അമ്മാർ, ആ സമയത്ത് അമ്മാർ തങ്ങൾ പറയാണ്, ബൽ അനാമു ഫീ അവ്വലിഹി, എന്നാൽ ഞാൻ ആദ്യത്തെ സമയത്ത് ഉറങ്ങിക്കോളാം, നിങ്ങൾ ആദ്യ സമയം ഉറക്കൊഴിച്ചോളൂ, ഞാൻ ആദ്യ സമയം ഉറങ്ങിക്കോളാം. അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങളുള്ളതിന്റെ പരിസരത്ത് മഹാനായ അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയാണ്. അങ്ങനെ ഉറക്കിലേക്ക് പോയപ്പോ
അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ സമയം എന്തായാലും ഉറക്കമിങ്ങനെ നിൽക്കല്ലേ. അപ്പൊ ഈ സമയത്ത് ഏറ്റവും നല്ല പണി എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, എനിക്ക് ഏറ്റവും നല്ല ഹോബി ആയിട്ടുള്ള കാര്യം നിസ്കരിക്കുക, അതിൽ ഖിറാഅത്ത് ദീർഘമായി നടത്തുക. ഇതാണ് എന്റെ ഹോബി, എന്റെ ഇഷ്ടം. ആ ഖിറാഅത്ത് നിർവഹിക്കൽ തന്നെ മഹാനവറുകളെ വല്ലാത്ത ഒരു ഹോബിയാണ്, ഇഷ്ടമാണ്. ആ മഹാനവരുടെ ഖിറാഅത്ത് വല്ലാത്ത സൗന്ദര്യമുള്ള ഖിറാഅത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ആ ശബ്ദം വല്ലാത്തൊരു ശബ്ദമാണല്ലോ, നല്ല സൗന്ദര്യമുള്ള ശബ്ദമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു രാത്രി പള്ളിയിൽ നിന്ന് ഫസമിയ സൗത അബ്ബാദ് ബിൻ ബിശ്ർ, അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. വഹുവ യഖറഉൽ ഖുർആൻ, അവിടുന്ന് രാത്രി ഉറക്കം മാറ്റി വെച്ചിട്ട് ഖുർആൻ ഇങ്ങനെ ഓതുകയാ. വല്ലാത്തൊരു ഓത്ത്, വല്ലാത്തൊരു രസമുള്ള ഓത്ത്. കമാ നസല ബിഹി ജിബ്രീൽ അലാ ഖൽബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുത്തതുപോലെ വളരെ സൗന്ദര്യമുള്ള ഓത്ത് മഹാനവറുകൾ ഇങ്ങനെ ഓകുമ്പോ ആ സമയത്ത് റസൂൽ പറഞ്ഞു, യാ ആയിഷ അദാ സൗതു അബ്ബാദ് ബിൻ ബിശ്ർ, ഇത് അബ്ബാദ് ബിൻ ബിശ്റിന്റെ സൗണ്ടാണ്, ആ സൗണ്ടാണ്. ആയിഷ ബീവി പറഞ്ഞു, നഅം യാ റസൂലുള്ളാഹി, എനിക്ക് മനസ്സിലായി നബിയേ, ഇത് അബ്ബാദ് ബിൻ ബിശ്റിന്റെ ശബ്ദമാണെന്ന് മനസ്സിലായി. റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചോനെ നീ ആ അബ്ബാദ് ബിൻ ബിശ്ർ പുറത്തു കൊടുക്കണേ. ആ സൗന്ദര്യമുള്ള ഓത്തിനോടുള്ള സന്തോഷം പ്രകടിപ്പിച്ചതാണത്. ആ ഖിറാഅത്ത് മഹാനവറുകൾക്ക് വല്ലാത്ത രസമാണ്. നമുക്കോ ഖുർആൻ ഓതി മുന്നിൽ വെച്ചാൽ 2 പേജ് ഓതിയാലും മടുപ്പ് വന്ന് നമുക്ക് പിന്നെ ഓത്ത് മുന്നോട്ട് പോകുന്നില്ല. ഇരിക്കുമ്പോ തുടങ്ങുമ്പോൾ വിചാരിച്ചു ഒരു ജുസ് ഒക്കെ ഓതണം, പക്ഷെ തുടങ്ങി നോക്കിയപ്പോഴോ 2 പേജ്, ഒരു 3 പേജ് ഓതിയപ്പോ പിന്നെ നമ്മളിങ്ങനെ മറച്ചു നോക്കാണ്, ഇനി എത്ര പേജ് ഉണ്ടാവോ ഈ ജുസ് തീരാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഖൽബ് മടുത്തു എന്നതിന്റെ അർത്ഥം. ഇബാദത്തിന്റെ ലദ്ദത്ത്, ഈ ഖിറാഅത്തിന്റെ ലദ്ദത്ത് നമുക്ക് കിട്ടിയില്ല, അതിന്റെ രസം കിട്ടിയില്ല. അല്ലാഹുവിന്റെ കലാം ആവേശത്തോടെ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് ഓതാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് കാരണം. അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങളോ അതിന്റെ ആ ലദ്ദത്ത് അനുഭവിച്ച് ആസ്വദിച്ചോതുകയാ. അതാണ് മഹാനവറുകളുടെ ഒരു സ്വഭാവം. ഓതുന്നവരാ. ഈ രാത്രി ഉറക്കൊഴിഞ്ഞ് കാവല നിൽക്കുമ്പോ മഹാനവറുടെ മനസ്സിൽ ആലോചിച്ചു, അവിടുന്ന് തീരുമാനിച്ചു, ഈ സമയത്ത് ഏറ്റവും നല്ല കാര്യം എന്താണ്? അതാ നിസ്കാരത്തിൽ അങ്ങ് നിൽക്കലാണ്, എന്നിട്ട് ഖുർആൻ ദീർഘമായി പാരായണം ചെയ്യലാണ്. ആ നിലക്ക് തീരുമാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തു മഹാനവറുകള്? അതാ അല്ലാഹുവിലേക്ക് അതാ തക്ബീർ ചൊല്ലി കൈകെട്ടി റബ്ബിലേക്ക് തിരികെയാണ്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫി, ആ നിസ്കാരത്തിൽ സൂറത്തുൽ കഹ്ഫാണ് പാരായണം ചെയ്യുന്നത്. ബിസൗതിഹി, അവിടുത്തെ നല്ല ശബ്ദം, ആ ശബ്ദം കൊണ്ട് ഇങ്ങനെ ഓതുകയാണ്. അങ്ങനെ ഓത്തിൽ ലയിച്ചു, നിസ്കാരത്തിൽ ഇങ്ങനെ ലയിച്ചു. സമയം പോകുന്നത് അറിയില്ല. അതാണ് അമലിന്റെ ആസ്വാദനം എന്ന് പറയുന്നത്. അതിങ്ങനെ പോകുമ്പോ സമയം തീരുന്നത് തിരിയൂല. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ അറാദ മൂനിസൻ ഫൽ ഖുർആനു യക്ഫി, ആർക്കെങ്കിലും ടൈം പാസിന് വല്ലതും വേണോ എങ്കിൽ ഫൽ ഖുർആനു യക്ഫി, അതേ അവന് ഖുർആൻ മതിയാകും. സമയം പോകുന്നത് തിരിയൂല, മനസ്സിലാകൂല. ആ നിലക്കങ്ങനെ ലയിച്ചോതാൻ പറ്റും. അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ നിസ്കാരത്തിലായി ദീർഘമായി സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. ആ സമയത്ത് ശത്രുപക്ഷത്തിന്റെ സൈന്യത്തിന്റെ ഭാഗത്തും നിരീക്ഷിക്കാൻ ആളുണ്ടല്ലോ. ആ നിരീക്ഷിക്കുന്ന ആള് കാണുന്നത് എന്താണ്? മുസ്ലിം പക്ഷത്ത് നിരീക്ഷിക്കുന്ന ആള് നിസ്കാരത്തിലാണ്. അവർക്കറിയാം മുസ്ലിമീങ്ങള് സഹാബാക്കള് നിസ്കാരത്തിൽ നിന്നാ ബാക്കിയൊക്കെ മറക്കും, വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവൂല എന്നവർക്കറിയാം. ആ അറിവ് കൊണ്ട് തന്നെ ഈ ശത്രുപക്ഷത്ത് കാവൽ നിൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഇത് നല്ല ചാൻസ് ആണ്, ആ കാവൽ നിൽക്കുന്ന കാവലുകാരനെ അങ്ങ് കൊന്നുകളയാൻ പറ്റുന്ന സന്ദർഭമാണ് എന്നാലോചിച്ചിട്ട് അതേ ശത്രുപക്ഷത്ത് നിന്നുള്ള ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഫവതറ ഖൗസഹു വതനാവല സഹമൻ മിൻ കിനാനതിഹി വറമാഹു ബിഹി. അയാള് ബിൽഡിംഗ്
അമ്പിങ്ങെടുക്കുകയാണ്, അവനായിൽ നിന്ന് അമ്പെടുക്കുകയാണ്, എന്നിട്ട് വില്ലിലേക്ക് ഇങ്ങനെ ചേർത്തു പിടിക്കുകയാണ്. അതുകൊണ്ട് ചേറാണ്. അതേ അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ലക്ഷ്യം പിഴച്ചില്ല. അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടു. ശരീരത്തിൽ പതിച്ചപ്പോൾ ആ ശരീരത്തിൽ നിന്ന് അമ്പിങ്ങനെ അങ്ങ് ഊരിക്കളഞ്ഞു. അതേ ആരാധനയുടെ ആനന്ദത്തിന്റെ സുന്ദരമായ തലം നിങ്ങൾക്ക് അനുഭവിക്കണോ, മനസ്സിലാകണോ? മഹാന്മാരുടെ ജീവിതത്തിലേക്ക് വരൂ, അവിടെയുള്ള കാഴ്ചകളൊന്നു കാണൂ. സ്വശരീരത്തിലേക്ക് അമ്പ് വന്ന് പതിച്ചപ്പോൾ അതിനെ മെല്ലെ അങ്ങ് പറിച്ചൂരിയിട്ട് മഹാനവറുകളെ ഖിറാഅത്തിലങ്ങ് മുഴുകുകയാണ്, നിസ്കാരത്തിൽ തുടരുകയാണ്. ഈ കാഴ്ച കാണുന്നു അപ്പുറത്ത്. അതാ രണ്ടാം വട്ടവും അമ്പെയ്യുന്നു. അതും അതാ മഹാനവറുകളെ ശരീരത്തിൽ വന്ന് പതിയുന്നു. നേരത്തെ വന്നു പറ്റിയ അമ്പ് ഊരി മാറ്റിയതുപോലെ രണ്ടാമത് വന്ന അമ്പും അതേ വലിച്ചങ്ങൂരുന്നു. തുടരുന്നു, നിസ്കാരം തുടരുന്നു. അതാ മൂന്നാമത്തെ അമ്പ് വരുന്നു. ആ അമ്പ് കാലിന്റെ മുകളിൽ ആഴ്ന്നങ്ങ് കയറിയിട്ടുണ്ട്. അങ്ങനെ കയറിയപ്പെടും അതേ പന്തസാഹോ അതിനെ വീണ്ടും പറിച്ചെടുക്കുകയാണ്. ആ പറിച്ചെടുക്കുന്ന സമയത്ത് അത് കുറച്ച് കൂടുതലങ്ങ് കയറിയത് കൊണ്ട് തന്നെ അത് ആ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റി അങ്ങൊലിക്കുന്നു. ആ രക്തം തെറിച്ചങ്ങ് വീണപ്പോൾ ആ രക്തത്തിന്റെ തുള്ളി ആരുടെ ശരീരത്തിൽ വീണ് പോയി, പതിഞ്ഞുപോയി. വിശ്രമിക്കുന്ന അമ്മാർ ഇബ്നു യാസിർ തങ്ങളുടെ ശരീരത്തിൽ അങ്ങ് വീണുപോയി. ശരീരത്തിൽ ആ രക്തത്തിന്റെ നനവ് അനുഭവിക്കുകയാണ്. അതിങ്ങ് അനുഭവിച്ചപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോ കാണുന്ന കാഴ്ച എന്താണ്? രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങളെയാണ്. രണ്ട് അമ്പുകളെ വലിച്ചൂരി വെച്ചതാണ്. മൂന്നാമത്തെ അമ്പും വലിച്ചൂരപ്പെട്ട നിലക്കാണ്. ഈ കാഴ്ച അങ്ങ് കണ്ടപ്പോ ബേജാറോടെ വിളിച്ചു പറഞ്ഞു, യാ സുബ്ഹാനല്ലാഹ് അല്ലാ ഐഖലതനി ഇൻദ അബ്ബലി സഹമിൻ റമാക ബിഹി. കേൾക്കണം മുഅ്മിനീങ്ങളെ, കേൾക്കണം ഉമ്മമാരെ. 5 നേരത്തെ നിസ്കാരം മനസാന്നിധ്യത്തോടെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? ആ നിസ്കാരത്തിൽ ഖിറാഅത്ത് നിർവഹിക്കുമ്പോ നമ്മുടെ മനസ്സിന് സാന്നിധ്യമുണ്ടോ? ആ ഖിറാഅത്തിന്റെ ലദ്ദത്ത് അനുഭവിച്ചിട്ടുണ്ടോ? മധുരം അനുഭവിച്ചിട്ടുണ്ടോ? പെങ്ങളെ, ആ ഫർള് നിസ്കാരത്തിൽ അതാ നിങ്ങൾ സുജൂദിലായി കിടക്കുമ്പോ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നിങ്ങനെ പറയുമ്പോ നമ്മുടെ ഖൽബിന് സാന്നിധ്യമുണ്ടോ? റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് ലയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല. നമ്മൾ അമലിന്റെ അതേ ആസ്വാദനം അനുഭവിച്ചിട്ടില്ല. അതിന്റെ ആനന്ദം നുകർന്നവരല്ല, അതിന്റെ ലദ്ദത്ത് അനുഭവിച്ചവരല്ല. ഖൽബൊന്ന് റബ്ബിലേക്ക് തിരിക്കണേ, അവനെ ഒന്ന് ഓർമ്മിക്കണേ, അവനെ ഒന്ന് സ്നേഹിക്കണേ,
ആ സ്നേഹത്തിന്റെ മനസ്സോടെ നിസ്കാരത്തിലൊന്ന് നിന്നിട്ട് നമ്മൾ ളുഹർ നിസ്കരിച്ചാൽ, അസ്ർ നിസ്കരിച്ചാൽ, സുന്നത്ത് നിസ്കരിച്ചാൽ, ഓ ഉമ്മാ വാപ്പാ, ആ നിസ്കാരത്തിന് എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു ആസ്വാദനമാണ്. ആ ആസ്വാദനം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു മഹാന്മാരുടെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് അല്ലാഹുവിലേക്കുള്ള ഇബാദത്തിന്റെ ലദ്ദത്ത് അനുഭവിച്ച് നമുക്ക് നിസ്കരിക്കാനും അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കണ്ടോ മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങള്, ആ തങ്ങളതാ ഈ അമ്പ് ആവർത്തിച്ചു വന്നിട്ടു ചോദിച്ചു അമ്മാർ ബിൻ യാസിർ തങ്ങള്, ആദ്യത്തെ അമ്പ് വന്ന് തറക്കുമ്പം തന്നെ എന്തേ എന്നെ വിളിച്ചില്ല, എന്നെ വിളിച്ചുണർത്തിയില്ല? ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. അതിന്റെ മറുപടി അബ്ബാദ് തങ്ങൾ പറയുന്നതൊന്ന് കേൾക്കണേ, ഒന്ന് മനസ്സിൽ തറക്കണേ. ഫഖാല അബ്ബാദ്, മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ പറയാണ്, കുന്തു ഫീ സൂറത്തിൻ അഖറഉഹാ, ഓ അമ്മാറേ, ഞാനിതാ ഖുർആനിൽ നിന്നൊരു സൂറത്ത് അധ്യായം ഈ നിസ്കാരത്തിൽ ഇങ്ങനെ പാരായണം ചെയ്യുകയായിരുന്നു. ആ പാരായണം ചെയ്യുന്ന സമയത്താണ് എന്റെ ശരീരത്തിൽ ഈ അമ്പ് വന്ന് പതിക്കുന്നത്. ആ സമയത്ത് ഫലം നടക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ അമ്പ് വന്നിങ്ങനെ പതിഞ്ഞപ്പോ മുറിക്കാൻ എനിക്ക് തോന്നിയില്ല, എനിക്ക് ഇഷ്ടമായില്ല. റബ്ബിന്റെ കലാമാ നിസ്കാരത്തിൽ വെച്ച് മുറിച്ചിട്ട് നിങ്ങളെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല. ആ കലാമിന്റെ ഖിറാഅത്തിന്റെ ആസ്വാദനത്തിൽ ഞാൻ അങ്ങ് തുടർന്നതാണ്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ കൊടുത്ത മറുപടിയാണ് കേട്ടോ. ആ നിലക്ക് റബ്ബിലേക്ക് ആസ്വദിച്ച് അമൽ ചെയ്ത മഹാന്മാര് കിടക്കുന്ന സ്വർഗത്തിലല്ലേ പാപിയായ റാഷിദിന് പോകാനുള്ളത്, എന്റെ ശബ്ദം കേൾക്കുന്ന മുഹമ്മദിനും അബൂബക്കറിനും പോകാനുള്ളത്, ഖദീജക്കും ഫാത്തിമക്കും പോകാനുള്ളത്. നല്ല ഒരു മാറ്റത്തിന് നമ്മൾ തീരുമാനിച്ചാലല്ലേ നമുക്കതിന് കഴിയൂ. ഈ മജ്‌ലിസിൽ വെച്ച് മഹാന്മാരെ അനുസ്മരിക്കുകയും അവരെ ആദരിക്കുകയും അവരോട് മഹബ്ബത്ത് കാണിക്കുകയും ചെയ്യുന്ന ആ ഒരു മജ്‌ലിസിൽ വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരു പ്രതിജ്ഞ എടുക്കണേ, ഒരു തീരുമാനമെടുക്കണേ. എങ്കിലല്ലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ആ നിലക്ക് കൽബ് റബ്ബിലേക്ക് ചേരണം, റബ്ബിലേക്ക് തിരിയണം. കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളെ സ്വഭാവം വിശദീകരിച്ചില്ലേ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്, തീർച്ചയായും മുഅ്മിനീങ്ങളില്ലേ അല്ലദീന, അവരെങ്ങനത്തവരാണ്, ഇദാ ദുകിറല്ലാഹ്, അവരെ മുന്നിൽ അല്ലാഹുവിനെ പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പടക്കുമല്ലോ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അവരുടെ മേൽ പരിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാലോ സാദത്തുഹും ഈമാനാ, അവരെ ഈമാൻ വർദ്ധിച്ചു പോയല്ലോ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിന്റെ മേൽ സർവകാര്യത്തിലും അവര് ഭരമേൽപ്പിക്കുന്നവരാണല്ലോ. അല്ലദീന യുഖീമൂനസ്സലാ, ആ മുഅ്മിനീങ്ങൾ ആരാണെന്നറിയോ? ആ നിസ്കാരത്തെ വേണ്ടതുപോലെ നിലനിർത്തുന്നവരാണ്, നിർവഹിക്കുന്നവരാണ്. വമിമ്മാ
റസഖ്നാഹും യുൻഫിഖൂൻ. സൃഷ്ടാവാകുന്ന റബ്ബ് അവർക്ക് കൊടുത്ത സമ്പത്തില്ലയോ, നിഅമത്തുകളില്ലയോ, അതിനെ വേണ്ടതുപോലെ ചെലവഴിക്കുന്നവരാണ്. ഈ സ്വഭാവങ്ങൾ ഉള്ളവരാണോ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ. ഇത്തരം സ്വഭാവങ്ങൾ ഉള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം, അവർക്കുണ്ട് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. വമഗ്ഫിറത്തുൻ, അവനിൽ നിന്നുള്ള മഗ്ഫിറത്തുണ്ട്. വറിസ്ഖുൻ കരീം, അതേ റബ്ബിൽ നിന്നുള്ള ആദരണീയമായ ഭക്ഷണം, വലിയ ഔദാര്യങ്ങളും അവനിൽ നിന്ന് ഇത്തരം സ്വഭാവമുള്ള വിശ്വാസികൾക്ക് ലഭിക്കുന്നല്ലോ, ലഭിക്കുമല്ലോ. ഖുർആൻ പഠിപ്പിച്ചല്ലോ. ഈ സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ അധ്വാനിക്കണ്ടേ, നമ്മൾ ശ്രമിക്കണ്ടേ. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കട്ടെ. അതേ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്നോളൂ. പരിസരത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഒന്ന് മജ്‌ലിസിലേക്ക് വന്നോളൂ. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച്, അവനിലേക്ക് മനസ്സു തിരിച്ച്, അവന്റെ പൊരുത്തം ആഗ്രഹിച്ച്, അവന്റെ മുന്നിൽ മനസ്സാന്നിധ്യത്തോടെ ഇബാദത്ത് ചെയ്യണമെന്ന് കൊതിച്ചിട്ട് നമ്മൾ ഈ മജ്‌ലിസിൽ സംസാരിച്ചില്ലേ? പറഞ്ഞ എന്റെ കൽബിലെ റബ്ബിനോട് ചെറിയൊരു മഹബത്ത് വർദ്ധിക്കണ്ടേ? നിങ്ങളെ കൽബിലും അങ്ങനെ ഒരു മഹബത്ത് വർദ്ധിക്കണ്ടേ? മഹാന്മാര് കണ്ടോ, അവര് പൊട്ടി പൊട്ടി കരയുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടി റസൂലുള്ളാഹി നസീഹത്ത് ചെയ്തു. ആ നസീഹത്ത് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ അതാ അത്ഭുതത്തോടെ കേട്ടിരിക്കുകയാണോ, സംസാരിക്കുകയാണോ? നിങ്ങൾക്ക് അതാ കരച്ചിൽ വരുന്നില്ലേ എന്ന് മുത്തുനബി ചോദിക്കുമ്പോ സ്വഹാബാക്കളെ കൽബ് പൊട്ടുന്നവരല്ലേ, അതേ വില കുറച്ച് കാണുന്നവരല്ലല്ലോ. അവരെ കൽബങ്ങ് പൊട്ടി. സുഫത്തിന്റെ അഹ്ലുകാര് മുഴുവനും അങ്ങ് കരയാൻ തുടങ്ങി. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, മസ്ജിദുൻ നബവിയിൽ നോക്കുമ്പോ കരച്ചിലിന്റെ തേങ്ങിയുള്ള കരച്ചിലിന്റെ ശബ്ദമല്ലാതെ മറ്റൊരു സംഭവം കേൾക്കുന്നില്ല. ആ നിലക്ക് കരഞ്ഞിങ്ങനെ സമയം ചെലവഴിച്ചു. ആ സമയം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. റസൂലുള്ളാഹിനോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു, നബിയേ എനിക്കരയല്ല, കരച്ചിൽ അവസാനിപ്പിക്കൂ. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞവരാരുണ്ടോ അവര് നരകത്തെ അനന്തരം എടുക്കൂല നബിയേ. ഈ സന്തോഷ വാർത്ത സഹാബാക്കളോടൊന്ന് പറയണേ നബിയേ. ഓ മുഅ്മിനീങ്ങളെ, റബ്ബിനെ ഭയപ്പെട്ടു കരയണം. ഏതെങ്കിലും ഒരു രാത്രി റബ്ബിന്റെ മുന്നിൽ സുജൂദിലായി കിടന്നിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റിയിട്ടുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ടതല്ലേ? ഹറാമുകൾ പലതും ചെയ്തിട്ടില്ലേ? കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയിട്ടില്ലേ? കാതുകൊണ്ട് ഹറാമ് കേട്ടിട്ടില്ലേ? കൈകളെ കൊണ്ട് ഹറാമ് പിടിച്ചിട്ടില്ലേ? കാലുകൊണ്ട്
അതുകൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടില്ലേ? റബ്ബ് പൊരുത്തപ്പെടാത്ത പലതും നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? ഇത്രയും വലിയ തെറ്റുകളും ആ പാപത്തിന്റെ ഭാരങ്ങളും പേറി നടക്കുന്ന നമുക്ക് എന്തേ കൽബ് പൊട്ടാത്തത്? കൽബ് പാറ പോലെ ഉറച്ചു പോയത്? ഒരു മാറ്റത്തിന് നമ്മളെ കൽബ് വിജയമാക്കണ്ടേ? അതിനൊരു പദം വരുത്തണ്ടേ? ആ പദം വരാൻ അല്ലാ ജലാലിയത്തിന്റെ ഇസ്മിനെ സ്നേഹിച്ച് നമ്മൾ ചെല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. റബ്ബിലേക്ക് കൽബ് പൊട്ടി ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണം. തഹജ്ജുദ് നിസ്കരിക്കാനൊന്ന് കഴിയുമോ? അതിനൊന്ന് തീരുമാനിക്കുമോ? കഴിയുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഒന്ന് തീരുമാനിച്ച് 2 റക്അത്ത് നിസ്കരിച്ച്, ഓ അമ്മമാരെ, ഓ സഹോദരങ്ങളെ, ആ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് റബ്ബിലേക്ക് കൽബ് തിരിച്ചിട്ട് ഒരു 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നൊന്ന് ചൊല്ലാമോ? ഇജാബത്തുള്ള സമയമാണ്. റബ്ബിലേക്ക് ഏറ്റവും കേൾക്കുന്ന ദുആ, ഇജാബത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയം, അത് 2 സമയമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 2 സമയങ്ങളിൽ